ബംഗാളിൽ നടക്കുന്ന ഹൈന്ദവ വേട്ടയ്ക്കെതിരെ ഹിന്ദു ഐക്യവേദി പ്രതിഷേധം സംഘടിപ്പിച്ചു. വഖഫ് നിയമം സാധാരണ ജനങ്ങളുടെ സ്വത്തിന്മേലുള്ള കടന്നുകയറ്റമായി അതിക്രമിച്ചതിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ വഖഫ് നിയമ ഭേദഗതി പാർലമെന്റിൽ ഭൂരിപക്ഷത്തോടുകൂടി പരിഷ്കരിച്ച് പാസാക്കിയ വഖഫ് നിയമത്തിനെതിരെ എന്ന വ്യാജേന പശ്ചിമബംഗാളിൽ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ സഹായ സഹകരണങ്ങളോടെ ബംഗ്ലാദേശി തീവ്രവാദികൾ ഇസ്ലാമിക ഭീകരവാദികളുമായി ചേർന്നുകൊണ്ട് ബംഗാളിലെ ഹൈന്ദവ ജനതയ്ക്കെതിരെ നിഷ്ഠൂരമായ നരഹത്യ നടത്തുന്നുവെന്നാരോപിച്ച് ഹിന്ദു ഐക്യവേദിയുടെ ആഭിമുഖ്യത്തിൽ കൊച്ചിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പള്ളുരുത്തി ശ്രീനാരായണ നഗറിൽ നിന്നും ആരംഭിച്ച് പള്ളുരുത്തി പോലീസ് സ്റ്റേഷന് മുന്നിൽ സമാപിച്ചു. പ്രതിഷേധ സമാപന ചടങ്ങിൽ ഹിന്ദു ഐക്യവേദി താലൂക്ക് അധ്യക്ഷൻ ടി.പി. പത്മനാഭൻ പശ്ചിമബംഗാളിലെ സംഭവങ്ങളെ ശക്തമായി അപലപിച്ചു. മമതാ ബാനർജി രാജിവെക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇത് ആ ജനതയ്ക്ക് എതിരായിട്ടുള്ളതായ സർക്കാരുകളെ ഇവിടുത്തെ സർക്കാർ ഇവിടെ പിന്നെ ഒരു കലാപം ഉണ്ടാവുന്നില്ല. അതുണ്ടാവാത്തതിന് കാരണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇസ്ലാം ഭീകരവാദികൾ ഇന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ജില്ലയിൽ മലപ്പുറം മാത്രം ഒഴിച്ചു നോക്കിയ വേറെ ഒരു ജില്ലയിലും ഈ ഇസ്ലാമിക ഭീകരവാദികൾ ഒരു നാളെ ഇസ്ലാമിക ഭീകരവാദികൾ എവിടെയെല്ലാം എത്തുമോ അവിടെയെല്ലാം ഈ അക്രമം നടക്കുമെന്നുള്ളതിൻ്റെ ഏറ്റവും അടുത്ത ഉദാഹരണമാണ് ഇന്ന് ബംഗാളിൽ നടക്കുന്നത്. നാളെ കേരളത്തിൽ വന്നുകൂടായി. അപ്പോൾ ഇത് ഈ ജനാധിപത്യം അതേതരത്തെ രാഷ്ട്രത്തിൽ ജനാധിപത്യം തുടരുന്ന ഈ രാഷ്ട്രത്തിൽ ബംഗാളിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും അതേപോലെ തന്നെ തമിഴ്നാട്ടിലാണെങ്കിലും ആന്ധ്രയിലാണെങ്കിലും എവിടെയാണെങ്കിലും ഈ മതേതരത്വ ജനാധിപത്യ രാഷ്ട്രത്തെ എവിടെയാണെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗം മറ്റ് മതസ്ഥർക്ക് ജീവിക്കാൻ സാധിക്കില്ലാത്ത രൂപത്തിലേക്ക് എത്തിച്ചേർക്കുന്ന ഭീകരവാദവും ഭീകരപ്രവർത്തനവും നടത്തുന്നുണ്ടെങ്കിൽ അവരെ കലാപത്തിലേക്ക് തള്ളിവിടുവാനായിട്ടുള്ള പരിശ്രമം ആസൂത്രിതമായിട്ട് നടക്കുകയാണ്. ബംഗാളിലെ സ്ത്രീക്ക്, ബംഗാളിലെ മുഖ്യമന്ത്രിക്ക് അവർക്ക് ലക്കും ലഗാനുമില്ലാതെ അവര് ഇങ്ങനെ പേ പിടിച്ച പട്ടിയെ പോലെ കലാപത്തിന് വേണ്ടി ബംഗാളിൽ നിന്ന് അതുപോലെ ബംഗ്ലാദേശിൽ നിന്നൊക്കെ ആളുകളെ ഇറക്കുമതി ചെയ്ത് കടത്തിക്കൊണ്ടുവന്ന് ആധാർ കാർഡും റേഷൻ കാർഡ് വോട്ടർ ഐ ഡി ഒക്കെ കൊടുത്തുകൊണ്ട് അവിടെ സ്ഥാപിച്ച് അവിടെ ഭരണം അതിൻ്റെ തണലിൽ നടക്കുന്ന സ്ത്രീയാണ്. അത് അവരെ അപലപിക്കുകയാണ്. അവരുടെ ഭരണവും അവരുടെ അക്രമവും അവസാനിപ്പിക്കണമെന്ന് തന്നെയാണ് സാമാന്യ ജനങ്ങളുടെ ആവശ്യം. ഈ രാജ്യത്ത് നടക്കുന്ന ബി.ജെ.പി. സംസ്ഥാന സമിതി അംഗം വി.കെ. സുദേവൻ, ഹിന്ദു ഐക്യവേദി കൊച്ചി താലൂക്ക് ജനറൽ സെക്രട്ടറി പി.പി. മനോജ്, സംഘടനാ സെക്രട്ടറി പി.വി. ജയകുമാർ, എം.എച്ച്. ഭഗവത് സിംഗ്, എ.ആർ. അശോകൻ, എം.കെ. അജയകുമാർ, സി.എസ്. സന്തോഷ്, ഇ.വി. ഗോവിന്ദൻ, കെ. വിശ്വനാഥൻ, മഹിളാ ഐക്യവേദി ജില്ലാ സമിതി അംഗം രാഗിണി തുളസിദാസ്, താലൂക്ക് സെക്രട്ടറി ഷീല ഗണേഷ്, ബി.ജെ.പി. പള്ളുരുത്തി മണ്ഡലം ജനറൽ സെക്രട്ടറി കെ. റോഷൻകുമാർ, സേതുമാധവൻ, കുമാർ അനിൽ, ബൈജു, വാസുദേവറാവു എന്നിവരെ കൂടാതെ ഗണേഷ്, സുരേഷ്, സോമൻ, ഒ.ആർ. വേണു, ജയ്സിംഗ്, രാജീവ് മല്ലൻ, പി.പി. രജീഷ് തുടങ്ങിയ നിരവധി പ്രവർത്തകർ സംസാരിച്ചു. കൊച്ചി താലൂക്ക് സെക്രട്ടറി രാകേഷ് തമ്പാൻ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, പള്ളുരുത്തി.